പ്രണയത്തെക്കുറിച്ചും കല്യാണത്തെക്കുറിച്ചും നടൻ ശ്രീനിവാസൻ പറഞ്ഞത് ഇങ്ങനെയാണ്. ഞാനും വിമലയും വിവാഹത്തിന് മുൻപേ പരിചയക്കാരായിരുന്നു. പ്രണയമെന്ന് വിശേഷിപ്പിക്കാൻ മാത്രമുള്ള ഒരു അടുപ്പമായിരുന്നു അതെന്ന് പറയാൻ കഴിയില്ല. പ്രണയം എന്നും വേണമെങ്കിൽ വിളിക്കാം. പ്രതീക്ഷകളൊന്നുമില്ലാത്ത, നാളെ എങ്ങനെയാകുമെന്ന് മുൻധാരണയില്ലാത്ത അന്നത്തെ ജീവിതത്തിൽ കല്യാണത്തെക്കുറിച്ച് ആലോചിക്കാൻ പോലും കഴിയില്ലായിരുന്നു. അച്ഛൻ്റെ കേസുകൾ വീട് പോലും നഷ്ടപ്പെടുത്തി. കൂത്തുപറമ്പിൽ വാടക വീട്ടിലായിരുന്നു താമസം. ഞങ്ങളുടെ നാട്ടിൽ വാടകയ്ക്ക് താമസിക്കുക എന്നത് ഒരു കുറവ് തന്നെയാണ്. അത്തരം നിരവധി കുറവുകൾക്കുള്ളിൽ നിൽക്കുമ്പോഴാണ് വിമല എന്നെ മാത്രം മതിയെന്ന് പറഞ്ഞ് ഒറ്റക്കാലിൽ നിൽക്കുന്നത്. വീട്ടുകാർ കൊണ്ടുവന്ന ആലോചനകളെല്ലാം മുടക്കി വിമല എനിക്കായി കാത്തിരിക്കുകയാണെന്ന് മനസ്സിലാക്കിയപ്പോൾ ഞാൻ അവൾക്ക് ജനുവരി 12-ന് നമ്മുടെ വിവാഹമാണ്, തയ്യാറായിരിക്കണം എന്ന് പറഞ്ഞൊരു കത്തയച്ചു. കല്യാണം രജിസ്റ്റർ ഓഫീസിൽ വെച്ച് നടത്താനാണ് പ്ലാനിട്ടത്. കല്യാണത്തിന് തലേന്നാണ് നാട്ടിലെത്തിയത്. കാര്യങ്ങൾ ഏർപ്പാടാക്കിയ സുഹൃത്ത് പറഞ്ഞു, 12-ാം തീയതി കല്യാണം നടക്കില്ല, അന്ന് വസ്തു രജിസ്ട്രേഷന്റെ ബഹളമാണെന്ന്. അങ്ങനെ 13-ാം തീയതി കല്യാണം എന്ന് തീരുമാനിച്ചു. ഇക്കാര്യം വിമലയെ എങ്ങനെ അറിയിക്കണമെന്ന് ആലോചിക്കുമ്പോഴാണ് വീട്ടിലേക്ക് വിമല കയറി വരുന്നത്. വിമല എന്നോടൊരാഗ്രഹം പറഞ്ഞു. വിമലയുടെ വീട്ടുകാർക്ക് കല്യാണത്തിന് എതിർപ്പുണ്ടാകാൻ സാധ്യതയില്ല. ആരെങ്കിലും കല്യാണം കഴിച്ചാൽ മതി എന്ന ചിന്തയായിരുന്നു വീട്ടുകാർക്ക്. അതുകൊണ്ട് നേരിട്ട് വീട്ടിൽ പോയി കാര്യങ്ങൾ അവതരിപ്പിക്കണം. ആർഭാടരഹിതമായ കല്യാണം, അതാണ് എൻ്റെ ആഗ്രഹമെന്ന് ഞാനും അറിയിച്ചു. വിമലയുടെ വീട്ടിൽ പോയി കാര്യങ്ങൾ പറഞ്ഞാൽ അവർ നല്ല രീതിയിൽ കല്യാണം നടത്താൻ തുനിഞ്ഞിറങ്ങും. അതോടെ ചെലവുകൾ വർദ്ധിക്കും. കയ്യിൽ 400 രൂപയോളം മാത്രം. അതുകൊണ്ട് ബുദ്ധിപൂർവ്വം മുന്നോട്ട് നീങ്ങി. പക്ഷെ അമ്മയുടെ മുന്നിൽ കുടുങ്ങി. അന്നത്തെ അവസ്ഥയിൽ പൊതുവേ ദുഃഖിതയായ അമ്മ കല്യാണം എവിടെ വെച്ചായാലും താലി വേണം എന്ന ഉപാധി മുന്നോട്ട് വെച്ചു. താലി കെട്ടിയേ മതിയാവും. അമ്മയുടെ സങ്കല്പത്തിൽ സ്വർണത്തിന്റെ താലി തന്നെയാണുള്ളത്. ആകെ പുലിവാലായി. കണ്ണൂരിൽ അതിരാത്രം എന്ന സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുകയാണ്. മമ്മൂട്ടി അതിൽ അഭിനയിക്കുന്നുണ്ട്. അവസാനം മമ്മൂട്ടിയെ സഹായത്തിനായി കാണാൻ തീരുമാനിച്ചു. കാര്യങ്ങളെല്ലാം മമ്മൂട്ടിയോട് പറഞ്ഞു. 2000 രൂപയും വാങ്ങിച്ചു. തീർച്ചയായും കല്യാണത്തിന് വരുമെന്ന് മമ്മൂട്ടി ശഠിച്ചു. വീണ്ടും പുലിവാലായി. കാരണം മമ്മൂട്ടി അന്ന് സ്റ്റാറാണ്. അദ്ദേഹം വന്നാൽ ആരെയും ക്ഷണിക്കാതെ നടത്തുന്ന കല്യാണം ബഹളമയമാവും. കാര്യങ്ങൾ മമ്മൂട്ടിയെ ബോധ്യപ്പെടുത്തി. മമ്മൂട്ടി കല്യാണത്തിന് വന്നില്ല. അങ്ങനെ അമ്മയുടെ താലി എന്ന സങ്കല്പം യാഥാർത്ഥ്യമായി. വിമലയുടെ ന്യായമായ മറ്റൊരാഗ്രഹവും ആ പണം കൊണ്ട് നിറവേറി. കല്യാണ സമയത്ത് സാരിയും ബ്ലൗസും അടക്കമുള്ള വസ്ത്രങ്ങളെല്ലാം ഞാൻ വാങ്ങി നൽകണമെന്നതായിരുന്നു അത്. അങ്ങനെ ജനുവരി 13-ന് കതിരൂർ രജിസ്റ്റർ ഓഫീസിൽ വെച്ച് ഞങ്ങളുടെ കല്യാണം നടന്നു.